بسم الله الرحمن الرحيم طاسيم تلك آيات الكتاب المبين نتلو عليك من نبأ موسى وفرعون بالحق لقوم يؤمنون إن فرعون علا في الأرض وجعل أهلها شيعا يستضعف طائفة منهم يذبح أبناءهم ويستحيي نساءهم إنه كان من المفسدين ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1337 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 28-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖസസിൻ്റെ പഠനത്തെ തുടർന്നുള്ള ആദ്യ ദിവസ ചർച്ചയാണെന്ന് ചർച്ചക്കാരൻ കുറിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. طاسيم تلك آيات الكتاب المبين نتلو عليك من نبأ موسى وفرعون بالحق لقوم يؤمنون إن فرعون علا في الأرض وجعل أهلها شيعا يستضعف طائفة منهم يذبح أبناءهم ويستحيي نساءهم إنه كان من المفسدين ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين. صدق الله العلي العظيم. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സൂറത്തുൽ ഖസസിന്റെ പഠനം കഴിഞ്ഞ ദിവസം നമ്മൾ പൂർത്തിയാക്കുകയുണ്ടായി. 88 ആയത്തുകളാണ് സൂറത്തുൽ ഖസസിൽ ഉണ്ടായിരുന്നത്. അതിനെ തുടർന്നുള്ള സൂറത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി നീക്കിവെച്ച സമയമാണ്. ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വല്ല ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ നിരീക്ഷണങ്ങളോ ഒക്കെ ഈ സമയത്ത് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ഈ അവസരം പ്രയോജനപ്പെടുത്തണം എന്ന് ആവശ്യപ്പെടുകയാണ്. നേരത്തെ അയച്ചു കിട്ടിയ ചോദ്യങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്യപ്പെടാത്തതായിട്ട് ബാക്കിയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം വിശദീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനോട് പ്രതികരിച്ചുകൊണ്ട് തുടങ്ങാൻ ഇന്ന് ചോദ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഈ അവസരം ആർക്കും പ്രയോജനപ്പെടുത്താവുന്നതാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. സൂറത്തുൽ ഖസസ് മക്കയിലാണ് അവതരിക്കുകയുണ്ടായിട്ടുള്ളത്. എത്യോപ്യയിലേക്കുള്ള മുസ്ലിം സംഘത്തിന്റെ പലായനം നിർവഹിക്കപ്പെട്ടതിനെ തുടർന്നുള്ള സാഹചര്യത്തിലാണ് ഈ സൂറത്തിന്റെ അവതരണം. ഇതിനെ തുടർന്ന് ഇതിന്റെ മുമ്പുള്ള 1-2 സൂറത്തുകളും അതുപോലെ ഇതിന് ശേഷം വരുന്ന ചില സൂറത്തുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഏറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരുന്ന ആ മക്കയിലെ കാലഘട്ടത്തിലാണ്. എത്യോപ്യയിലേക്കുള്ള ഹിജ്റ നടത്തുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ അടുത്ത അനുയായികളുടെ ആ ഹിജ്റയുടെ അതിനെ തുടർന്നുള്ള കാലത്താണ്
ഈ സൂറത്തുകൾ അവതരിക്കുന്നത്. എത്യോപ്യയിൽ അവര് തദ്ദേശീയരായ ആളുകൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുകയും അവർക്ക് അള്ളാഹുവിന്റെ പ്രവാചകനെ പരിചയപ്പെടുത്തി കൊടുക്കുകയൊക്കെ ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് അവിടെ നിന്ന് ഒരു സംഘം ആളുകൾ മക്കയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കണ്ടുമുട്ടുകയും അദ്ദേഹത്തോട് സംസാരിച്ച് അദ്ദേഹം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തെ നേരിൽ ശ്രവിച്ചുകൊണ്ട് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത്. ആ ഒരു കാര്യം ഈ സൂറത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. അതിന്റെ ചില വിശദാംശങ്ങൾ നമ്മൾ ഈ സൂറത്തിൽ കാണുകയുണ്ടായി. അബൂജഹലിനെ പോലെയുള്ള ആളുകൾക്ക് വലിയ പ്രകോപനമാകുന്ന വിധത്തിലാണ് ആ സംഭവം ഉണ്ടായതെന്ന് ചരിത്ര വിവരണം, ചരിത്രത്തിൽ നിന്ന് ലഭ്യമായ പല വിശദാംശങ്ങളും വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതാണ് ഈ സൂറത്തിനകത്തുള്ള ഈ സൂറത്തിന്റെ അവതരണ സമയം, അവതരണ ഘട്ടം ഏതായിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സഹായകമായി നിലകൊള്ളുന്ന ചില പരാമർശങ്ങൾ. അതുപോലെ അതിന്റെ ഉള്ളടക്കം, ഇതിലെ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളൊക്കെ നൽകുന്ന സൂചനയും ഈ സൂറത്ത് മക്കയിലാണ്, വിശേഷിച്ച് പ്രതിസന്ധികൾ നിറഞ്ഞ ഘട്ടത്തിലാണ് അവതരിക്കുകയുണ്ടായത് എന്നതാണ്. അതുപോലെ ഈ സൂറത്തിന്റെ മുഖ്യമായ പ്രതിപാദ്യം മൂസ അലൈഹിസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. സൂറത്തിലെ ആദ്യത്തെ 9 ആയത്തുകൾ പിന്നിട്ടതോടുകൂടി തന്നെ ആ വിവരണം ആരംഭിക്കുകയാണ്. മൂസ അലൈഹിസ്ലാമിന്റെ ജീവിതവും ദൗത്യവും ഒക്കെ വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായിട്ട് വിശദമായിട്ട് പരാമർശിക്കുന്നുണ്ട്. അതിലേറ്റവും സമഗ്രമായ, ഏറ്റവും കൂടുതൽ വിശദാംശങ്ങൾ അടങ്ങിയ ഒരു വിവരണം നമുക്ക് ലഭ്യമാകുന്നത് ഈ സൂറത്തുൽ ഖസസിലാണ്. ഖസസിന്റെ ഏകദേശം ഒരു 3/4 ഭാഗവും 88 ആയത്തുകളുള്ള ഈ സൂറത്തിന്റെ ഒരു പകുതിയിലേറെ ആയത്തുകളും മൂസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ശൈശവകാലത്ത് ഈജിപ്തിൽ നിലനിന്നിരുന്ന അവസ്ഥ തുടക്കത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്ന പോലെ, ഇന്ന ഫിറഔന അലാ ഫിൽ അർദി വജഅല അഹ്ലഹ ശിയഅൻ. ഫിറഔൻ നാട്ടിൽ വലിയ തലയെടുപ്പും അഹന്തയും ഒക്കെ കാണിച്ചുകൊണ്ട് വാഴുകയായിരുന്നു. തദ്ദേശീയരായ ആളുകളെ ഛിദ്രതയിലാക്കി, ഭിന്നതയിലാക്കി, അവരെ കക്ഷിത്വത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഒരു കൂട്ടരെ ചവിട്ടി അരയ്ക്കുന്ന വിധത്തിലുള്ള ഒരു നയവും അതുപോലെ നടപടിയൊക്കെയാണ് ഫിറൗന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. യസ്തദഇഫു ത്വാഇഫതൻ മിൻഹും, അവരിലൊരു വിഭാഗത്തെ അയാള് കരുതിക്കൂട്ടി ദുർബലരാക്കി മാറ്റുകയായിരുന്നു. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസം ലോക്സഭയില് വഖഫ് നവീകരണം, വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിക്കുകയുണ്ടായി. അത് അവതരിപ്പിച്ച് അതിന്റെ മേലെ നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു പുതിയ വഖഫ് നിയമ ഭേദഗതി ഉണ്ടാക്കിയത് എന്ന് ആലോചിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടും ഒരു സമുദായത്തിലെ ആളുകളെ, അല്ലെങ്കിൽ ഒരു സമുദായം എന്ന നിലക്ക് തന്നെ അവരെ മനഃശാസ്ത്രപരമായി തളർത്തുക എന്നതാണ് അതിന്റെ പിന്നിലുള്ള താല്പര്യം എന്നത് നമുക്ക് കാണാൻ കഴിയും. അവരുടെ അഭിമാനബോധത്തെ തകർക്കുന്ന വിധത്തിലുള്ള, ഇസ്സത്തിന് വലിയ പോറലേൽപ്പിക്കുന്ന വിധത്തിലുള്ള നടപടികളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ. സ്വന്തം വീടുകളിൽ ടെറസിന്റെ മുകളിൽ പോലും നമസ്കരിക്കാൻ പാടില്ല എന്നുള്ള വിധി കൽപ്പിക്കുക, ആഘോഷ സന്ദർഭങ്ങളിൽ പള്ളികൾ തർപ്പായ കൊണ്ട് മൂടി പൊതിഞ്ഞു വെക്കുക, നമസ്കാരത്തിന്റെ പ്രത്യേകിച്ച് ജുമാ
നമസ്കാരത്തിന്റെയൊക്കെ സമയത്തില് മാറ്റം വരുത്താൻ നിർബന്ധിതരാക്കുക, അങ്ങനെയുള്ള പല നടപടികളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സമുദായത്തെ ഏതൊക്കെ വിധത്തില് അവരുടെ മേൽ അധമത്വം അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സൂറത്തുൽ ഖസസില് ബനൂ ഇസ്രായേലിനെ ഫിറഔനും അയാളെ പിന്തുണച്ചുകൊണ്ടിരുന്ന ആളുകളും ഏത് വിധത്തിലാണോ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതായിട്ട് പരാമർശിക്കപ്പെടുന്നത്, സമാനമായ സ്വഭാവത്തിലൊക്കെ തന്നെ നമ്മള് ഇന്ത്യയിലും നമ്മുടെ സാഹചര്യത്തിലും ഒരു സമൂഹം എന്നുള്ള നിലക്ക് അങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. പക്ഷെ വളരെ പ്രതീക്ഷാ നിർഭരമായ ഒരു കാര്യം ബനൂ ഇസ്രായേൽ സമൂഹത്തിനെ പരാമർശിച്ചുകൊണ്ട് അല്ലാഹു സൂറത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളവും വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. വനുരീദു അൻ നമുന്ന അലല്ലദീന സുളഇഫു ഫിൽ അർദി വനജഅലഹും അയിമ്മത്തം വനജഅലഹുൽ വാരിസീൻ എന്നാണ് അല്ലാഹു പറയുന്നത്. ഭൂമുഖത്ത് അല്ലെങ്കിൽ നാട്ടില് ദുർബലരായ അടിച്ചമർത്തപ്പെട്ട വിധത്തിൽ കഴിയുന്ന ആളുകളെ അനുഗ്രഹിക്കാനും അവരെ നേതാക്കന്മാരാക്കുവാനും അവരെ അനന്തരാവകാശികളാക്കുവാനും നാം ഉദ്ദേശിക്കുന്നു എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് ഏത് കാലഘട്ടത്തിലെയും മർദ്ദിത ജനതയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ നിലപാട്, അള്ളാഹുവിന്റെ പോളിസി അവരുടെ കാര്യത്തില് അവരെ പിന്തുണക്കുകയും അവരെ സഹായിക്കുകയും അവർക്ക് ഉയർന്നു വരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും അതുപോലെ അവരെ കൈകാര്യകർത്താക്കളും അനന്തരാവകാശികളും ഒക്കെയും ആക്കുവാനുമാണ് നാം ഉദ്ദേശിക്കുന്നതെന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും മൂസ അലൈഹി ഇസ്ലാമിന്റെ സമൂഹം നേരിട്ട പോലെയുള്ള ചില പ്രതിസന്ധികൾ ഏത് സമൂഹവും ഈ അവസ്ഥയിൽ കഴിയുന്നവർ നേരിടേണ്ടി വരും. ആ പ്രതിസന്ധികളെ ഓവർകം ചെയ്ത് അവയെ വകഞ്ഞു മാറ്റി അവയെ അതിജീവിച്ച് മുന്നേറുമ്പോഴാണ് അവര് വലിയ പ്രതാപമുള്ള ഇസ്സത്തുള്ള ഒരു സമൂഹമായിട്ട് ഉയർന്നു വരിക. അതിനിടക്ക് അവർക്കിടയിൽ ഖാറൂന്മാരുണ്ടാകും. ഖാറൂൻ എന്നുള്ളത് ഒരു വ്യക്തി ആയിട്ടാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ ചരിത്ര വിവരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ ചരിത്രപരമായി നോക്കുമ്പോൾ അതൊരു ഒരു തരം ഒരു കാറ്റഗറി ആളുകളാണ്. ഒരു വ്യക്തിയാണ് ചരിത്രപരമായിട്ട്, പക്ഷെ അതിന്റെ ഓരോ സമൂഹങ്ങളിലും ഇത്തരം ആളുകള് സമൂഹങ്ങളെ നോക്കുകുത്തികളായിക്കൊണ്ട് ശത്രുപക്ഷത്തെ പിന്തുണക്കുകയും ഏതൊരു സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ടാണോ അയാൾ നിലകൊള്ളേണ്ടത് ആ സമൂഹത്തിന് എതിരിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ആ നിലപാടും നടപടിയൊക്കെ ചരിത്രത്തിൽ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. നേരത്തെ സൂചിപ്പിക്കപ്പെട്ട വിധത്തിൽ തന്നെ കുറ്റവാസനകള് അത്തരം ഈ അവഗണന പേറുന്ന അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുന്ന സമൂഹങ്ങളില് കുറ്റവാസന വളരാനും പെരുകാനും ഒക്കെ വലിയ സാധ്യത കൂടുതലായിട്ടുണ്ട്. ഒരു സമൂഹം എന്നുള്ള നിലക്ക് വളരെയേറെ ഛിദ്രതയും ഉടലെടുക്കും. അവർക്കിടയിൽ പല സംഘങ്ങളായിട്ട് പരസ്പരം പോരടിക്കുന്ന അവസ്ഥയൊക്കെ അവരിൽ പ്രകടമാവും. എന്നാൽ ഇതിനെയൊക്കെ മാറ്റി നിർത്തി, അതിനെയൊക്കെ അവഗണിച്ച്, അതിനെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഒരു ആദർശത്തിന്റെ കുടക്കീഴിൽ അവരെ ഒന്നിപ്പിച്ച് അവരെ ഒരു ദിശയിലേക്ക് മുന്നേറാൻ അവർക്ക് കരുത്ത് നൽകുകയായിരുന്നു അള്ളാഹു ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ വിമോചന ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചയച്ച മൂസ അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറൂൻ അലൈഹി ഇസ്ലാമും. ഇതിലും വലിയൊരു പാഠം
നമ്മളെ സംബന്ധിച്ചിടത്തോളം അടങ്ങിയിട്ടുണ്ടെന്ന് കാണാൻ കഴിയും. എത്ര പതിതമായ അവസ്ഥയിലാണ് ഒരു സമൂഹം എത്തി നിൽക്കുന്നതെങ്കിലും അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഐക്യപ്പെട്ടുകൊണ്ട് മുന്നേറാൻ അവര് സന്നദ്ധരാവുകയാണെങ്കിൽ ചില ത്യാഗങ്ങളൊക്കെ അനുഭവിക്കാനും പ്രതിസന്ധികളെ ബുദ്ധിപൂർവകമായി മറികടക്കാനൊക്കെയുള്ള ബോധപൂർവമായ ശ്രമം നടത്തുകയാണെങ്കിൽ അവർക്കുള്ളതാണ് വരും നാളുകൾ. അവരാണ് വരും നാളുകളിൽ വിജയികളാകാൻ പോകുന്നത് എന്നതാണ് അവിടെ നൽകപ്പെടുന്ന സൂചന. കാരണം അവർക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, യാഥാർത്ഥ്യമാക്കി മാറ്റേണ്ടതായിട്ടുള്ള, റിയലൈസ് ചെയ്യേണ്ട ചില ലക്ഷ്യങ്ങളൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവർക്ക് ആലസ്യത്തിൽ കഴിയുക എന്ന് പറഞ്ഞാൽ, അശ്രദ്ധയിൽ കഴിയുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യാപരമായ ഒരു നിലപാടാണ്. അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അവര് തകർന്നു പോകും, അവര് ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിലനിൽപ്പിനു വേണ്ടി, അതിജീവനത്തിനു വേണ്ടി പോരാടുക എന്നത് അവർക്ക് നിർബന്ധമായ അനിവാര്യമായ ഒരു കാര്യമാണ്. പക്ഷെ അതിനവര് സന്നദ്ധമാകുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ സഹായം അവരെ തേടിയെത്തും, അവര് വിജയികളാകും, ലോകത്തിന് തന്നെ നായകന്മാരായി, അതുപോലെ ലോകത്തെ സത്യമാർഗത്തിലേക്ക് വഴികാട്ടുന്നവരായിട്ട് അവർക്ക് മുന്നേറാൻ സാധിക്കുകയും ചെയ്യും. ഈ ഒരു പാഠം ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. മൂസ അലൈഹി ഇസ്ലാമിന്റെ ബനു ഇസ്രായേൽ സമൂഹത്തിനു വേണ്ടി നേതൃത്വം നൽകിക്കൊണ്ട് രംഗത്ത് വന്ന അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് കുറഞ്ഞൊരു കാലത്ത് ഉള്ള സംഭവങ്ങളിൽ പരിമിതപ്പെടുന്നില്ല. യഥാർത്ഥത്തിൽ ചരിത്രത്തിലെ തന്നെ തുല്യതയില്ലാത്തൊരു സമൂഹമാണ് ഈ ബനു ഇസ്രായേൽ സമൂഹം. അവര് നോക്കി നിൽക്കെ ചെങ്കടൽ അവർക്കായിട്ട് പിളർന്നു കൊടുത്തതും, അതിലൂടെ ഒരു വരണ്ട മാർഗം, ഒരു വഴി, ഒരു മാർഗം അവർക്ക് സജ്ജമായതും അവരതിലൂടെ നടന്ന് നീങ്ങിയതൊക്കെ അവർക്കറിയാം. അതൊക്കെ അള്ളാഹുവിന്റെ സഹായം സമയോചിതമായിട്ട് അവന്റെ ദൂതന്, അവന്റെ പ്രവാചകന് വന്നു കിട്ടിയത് കൊണ്ടാണ് അവർക്ക് ആ വിധത്തിൽ സുരക്ഷിതമായി മറുകരയെത്താൻ കഴിഞ്ഞത് എന്നതൊക്കെ അവരുടെ പകൽ വെളിച്ചത്തിൽ എന്ന പോലെ അവർക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇതേ സമൂഹമാണ് സിനായ് മരുഭൂമിയിലെ അവരുടെ വാസക്കാലത്ത് ഏറ്റവും വലിയ അനുസരണക്കേടും ധിക്കാരവും ഒക്കെ കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നിരന്തരം അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പരീക്ഷണങ്ങളൊക്കെയും തന്നെ അവരെ സ്ഫുടം ചെയ്തെടുക്കുന്നതിന് വേണ്ടി നൽകപ്പെട്ടതുമായിരുന്നു എന്നതാണ് വസ്തുത. വർഷങ്ങൾക്ക് ശേഷമാണ്, മറ്റൊരു പ്രവാചകന്റെ കാലഘട്ടത്തിലാണ് അവർക്ക് അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുണ്ടായത്. അതിലൊക്കെ തന്നെ വലിയ പാഠങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നിരുത്തരവാദപരമായ വിധത്തിലാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞുകൂടുന്നത്, അതിനനുസരിച്ച് നമ്മളുടെ ലക്ഷ്യം പ്രാപിക്കുന്നതിന് ഡിലേ ഉണ്ടാകും എന്നതാണ് അത് നൽകുന്ന വലിയൊരു പാഠം. മുസ്ലിം സമൂഹത്തിന്റെ നിലവിലുള്ള ചിത്രം യഥാർത്ഥത്തില് ഇത്തരം പ്രാതികൂല്യങ്ങളെ നേരിടുന്നതില് അവര് ഐക്യപ്പെടുന്നതായോ അല്ലെങ്കിൽ ആദർശ പ്രതിബദ്ധതയോടുകൂടി ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കങ്ങളിൽ ഏർപ്പെടുന്നതായോ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. വലിയ അളവോളം ഉത്തരവാദിത്വരഹിതമായ ഒരവസ്ഥ. മൂസ അലൈഹി ഇസ്ലാം ബനു ഇസ്രായേൽ സമൂഹത്തിലേക്ക് ദൗത്യ നിർവഹണത്തിനായി കടന്നു വരുന്നതിന്റെ മുമ്പുള്ള ഒരു അവസ്ഥയൊക്കെയാണ് ഒരുപക്ഷെ നമ്മുടെ കാര്യത്തിൽ നമുക്ക് നിലവിൽ കാണാൻ കഴിയുന്നത്. പക്ഷെ പ്രതീക്ഷ നൽകുന്ന ചില സൂചനകളും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും
ഇസ്ലാമിക സമൂഹത്തിന് ഇത്തരം സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൂറത്തുൽ ഖസസിന്റെ പഠനം നമുക്ക് അത് സംബന്ധമായ ചില യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള തിരിച്ചറിവുകൾ പകർന്ന് നൽകിയുണ്ടായിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ ഈ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ചോദ്യങ്ങള് അല്ലെങ്കിൽ നിരീക്ഷണങ്ങളൊന്നും ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മള് അടുത്ത സൂറത്തിന്റെ പഠനത്തിലേക്ക് അടുത്ത സെഷനിൽ നീങ്ങാം എന്ന് വിചാരിക്കുകയാണ്. ഇവിടെ ഒരു ചോദ്യം അയച്ചു കിട്ടിയിട്ടുള്ള, ഇന്നത്തെ ബനു ഇസ്രായേൽ ജൂതന്മാരാണോ അതോ മുസ്ലിങ്ങളോ എന്നാണ് ചോദ്യം. അവര് മുസ്ലിങ്ങളാണെന്ന് അവരെ കുറിച്ച് പറയാൻ ഏതായാലും നമുക്ക് കഴിയില്ല. കാരണം അവര് അള്ളാഹുവിന്റെ അവസാന പ്രവാചകനെ അംഗീകരിക്കുകയുണ്ടായിട്ടില്ല. അവരുടെ കുലപരമായ ചില സംഗതികളിൽ ഔന്നത്യം കാണിച്ചുകൊണ്ട് ദൗത്യം പൂർണ്ണമായി മറന്ന ഒരു സമൂഹമായിട്ടാണ് അവരിന്ന് നിലകൊള്ളുന്നത്. അവരുടെ കുടുംബപരമായ കുലപരമായ ഒരു ഔന്നത്യബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നത്. അതിനാണ് നമ്മൾ ഈ സയനിസം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നത്. ഇസ്രായേലിയർ എന്ന വിധത്തിലുള്ള ഔന്നത്യബോധം അവർ കാണിച്ചുകൊണ്ട് നിൽക്കുന്ന, അള്ളാഹു അവരെ ആ നിലക്ക് ഔന്നത്യം നൽകിയതല്ല. ഫളൽനാഹും അലൽ ആലമീൻ എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ അവരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ലോകരിൽ വെച്ച് അവർക്ക് ശ്രേഷ്ഠത നൽകി എന്നൊക്കെ പറയുന്നു. ആ ശ്രേഷ്ഠതയൊന്നും കുലപരമായ ഏതെങ്കിലും കുടുംബത്തിന്റെ പിന്മുറക്കാരായി എന്നതിന്റെ പേരിൽ അവർക്ക് ലഭിച്ചതല്ല. ആ കുടുംബത്തെ അല്ലെങ്കിൽ ആ വംശത്തെ അള്ളാഹു വളരെ മഹത്തരമായ ഒരു ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്തതിന്റെ പേരിലാണ് അവർക്ക് ആ ഔന്നത്യം ഉണ്ടായിരുന്നത്. ആ ഔന്നത്യം അവർക്ക് നഷ്ടപ്പെടാൻ അള്ളാഹുവിന്റെ നടപടി പിന്നീട് കാരണമായിട്ട് അവസരം ഉണ്ടാവുന്നുണ്ട്. അവരെ അള്ളാഹു ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്ത എന്ന് പറഞ്ഞുകൊണ്ട് അപ്രകാരം നിങ്ങളെ നാം ചുമതല ഏൽപ്പിക്കപ്പെട്ട സമുദായമാക്കിയിരിക്കുന്നു എന്നൊക്കെ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളോട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ബനു ഇസ്രായേൽ സമൂഹം അവരുടെ ചുമതലാബോധം കാണിക്കാതിരുന്ന, അവര് കുലമഹിമയുടെ മാത്രം പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങള് അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാണ്, അള്ളാഹുവിന്റെ മക്കളാണ്, സ്വർഗാവകാശികളാണ്, ഞങ്ങൾ ഒരിക്കലും നരകത്തിൽ പോവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ പ്രവാചകന്മാർ മുഖേന അവരെ ചുമതലപ്പെടുത്തപ്പെട്ടിരുന്ന കാര്യങ്ങൾ പൂർണ്ണമായി വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു ധിക്കാരത്തിന്റെ വഴിയിലേക്ക് നീങ്ങിയ ഘട്ടത്തിലാണ് അവരെ അള്ളാഹു കൈയൊഴിഞ്ഞുകൊണ്ട് ആ പ്രഖ്യാപനം സൂറത്തുൽ ബഖറയിൽ നടത്തുന്നത്. ഈ സമൂഹത്തെ ജൂതന്മാരെന്നോ ഇസ്രായേലിയരെന്നോ ഒക്കെ വിളിക്കാനേ നമുക്ക് നിർവാഹമുള്ളൂ. ഖുർആൻ തന്നെ അവരെ പരാമർശിച്ചുകൊണ്ട് സത്യനിഷേധികൾ എന്ന് പറയുന്നുണ്ട്. അല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബ് എന്ന് പറഞ്ഞുകൊണ്ട്, വേദക്കാരിൽപ്പെട്ട നിഷേധികൾ എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ അംഗീകരിക്കാത്ത ആളുകളെ ഖുർആൻ കാഫിറുകൾ എന്ന് പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നേരത്തെ ഞാനൊരു വിവരണത്തിൽ ഈ പദം മുസ്ലിം എന്ന പ്രയോഗം ആർക്ക് അവകാശപ്പെട്ടതാണ് എന്ന വിധത്തിൽ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കണം ഈ ഒരു ചോദ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ നിലവിലുള്ള അവരുടെ നിലപാടുകളുടെയും വീക്ഷണഗതികളുടെയും അവര് പിന്തുടരുന്ന നടപടിക്രമങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഒരിക്കലും തന്നെ അവരെ അള്ളാഹുവിന് വിധേയപ്പെട്ട സത്യമാർഗത്തിൽ നിലകൊള്ളുന്ന മുസ്ലിങ്ങളായി അവരെ കാണാൻ ഒരു നിർവാഹവുമില്ല. അസ്സലാമു വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വിലാസ് സാഹിബ്, ഞാന് നമ്മളെ ഈ സൂറത്തിന്റെ ചർച്ചയിൽ ബന്ധപ്പെട്ടതല്ല. നിങ്ങളിപ്പോ നമ്മളെ ഇതിൽ പരാമർശിച്ചപ്പോ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി, ഇപ്പൊ നമ്മൾ ഇന്നലെ പാസ്സാക്കിയ നമ്മളെ വഖഫ് ഭേദഗതി ബില്ലിന്റെ പശ്ചാത്തലത്തില് ഇപ്പോ
നമ്മളിപ്പോ ഈ ഇന്ത്യയിൽ ഇപ്പോ ശരിക്കും ഒറ്റപ്പെട്ടിരിക്കുകയാണല്ലോ. കാരണം നമ്മള് ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും ഒക്കെ നമ്മളെ പിന്നിലൊക്കെ നിൽക്കേണ്ട ക്രിസ്ത്യൻ സമുദായം വരെ നമുക്കിപ്പോ എതിരാണ്. ഇവിടെ നമ്മൾ ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞ അവനാന്റെ കൈ തന്നെ അവനാന്റെ തലക്ക് വെക്കാനുണ്ടാവുള്ളൂ എന്നുള്ള ഒരവസ്ഥയിലാണ്. കാരണം നമ്മൾ ന്യൂനപക്ഷമാണ്. പക്ഷെ നമ്മളെക്കാട്ടും വലിയ ന്യൂനപക്ഷവും നമ്മളെക്കാട്ടിയും ആൾറെഡി ഇപ്പോഴും പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമുദായം, നമ്മളെല്ലാം കൊണ്ടും നമുക്ക് പിന്തുണയും നമ്മളെ കൂടി നിൽക്കേണ്ട ഒരു സമുദായം, അവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഇത് കിട്ടുമെന്ന് നോക്കിയിട്ടൊന്ന് കിട്ടിയിട്ടുമല്ല, കിട്ടും നോക്കിയിട്ടുമല്ല, അങ്ങനെയും കൂടി ആയിട്ടും കൂടി അവർ ശരിക്കും പ്രത്യക്ഷമായിട്ട് തന്നെ നമുക്ക് എതിരെ നിൽക്കുകയാണ്. ഇപ്പൊ ഈ മുനമ്പം വിഷയത്തിലൊക്കെ നമുക്കറിയാം, മുനമ്പം വിഷയത്തിലൊന്നും നമുക്ക് നമ്മള് പൊതുവിൽ ആരും അവർക്ക് എതിരായിട്ട് ഇങ്ങനെ ഒരു പറഞ്ഞായിട്ടും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ആകുമ്പോ ഇതാണ് ശരിക്കും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവസാന കാലത്ത് ഒരു വിശ്വാസികളുടെ ഇത് വളരെ ഇങ്ങനത്തെ ഇതിൽ പറഞ്ഞ്, അതായത് ഭക്ഷണ തളികയിൽ നിന്ന് പല ഭാഗത്തുനിന്നും കൈകൾ ഉയർന്ന പോലെ ഒരു വിശ്വാസികൾക്ക് മുഴുവന് വരെ നമുക്ക് ഇത് വരും. ഏറ്റവും അല്ലെങ്കിൽ അന്നത്തെ വിശ്വാസിയുടെ ഉപമ കല്ലില് മുള്ളില് ചവിട്ടി നടക്കുന്നവരെ പോലെ ആയിരിക്കും, അല്ലെങ്കിൽ കുപ്പിച്ചില്ലുകൾ കൂടെ നടന്ന പോലെ ആയിരിക്കും എന്ന് പറഞ്ഞ്. അപ്പോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി സഹാബികൾ ചോദിച്ചു, അന്ന് നമ്മള് ഒരു ചെറിയ ന്യൂനപക്ഷമായിരിക്കുമോ എന്ന് ചോദിച്ചപ്പോ, അല്ല, നിങ്ങൾ വലിയ സമൂഹമായിരിക്കും, പക്ഷെ അവര് ഒരു ചണ്ടി വലിയ വെള്ളപ്പൊക്കത്തിൽ വരുന്ന ചണ്ടികളെ പോലെ ആയിരിക്കുന്ന ആ അവസ്ഥ ഇപ്പൊ എത്തിയിട്ടില്ലേ എന്നത് ചോദിക്കുക. അതേപോലെ തന്നെ ഇവര് ഇപ്പൊ നടക്കുന്ന പ്രതിഷേധം, നമ്മളെ തെരുവുകളിൽ നടക്കുന്ന ഈ ആൾക്കൂട്ടത്തിന് പകരം ശരിക്ക് ഒരു നിയമലംഘനം അതിന്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൊരു സംശയമാണ്. തീർച്ചയായിട്ടും ഇത്തരം ചോദ്യങ്ങൾ നമ്മളുടെയൊക്കെ മനസ്സിൽ ഈ സന്ദർഭത്തിൽ ഉയരുന്നുണ്ട്, അത് ഉയരേണ്ടതുണ്ട്. പക്ഷെ ഒരു കോഴ്സ് ഓഫ് ആക്ഷനിലേക്ക് പോകുന്നത് എങ്ങനെയാണ് വേണ്ടത് എന്നത് വളരെ ബുദ്ധിപൂർവകമായ ആലോചനകൾക്ക് വിധേയമാക്കിയിട്ട് വേണം അത്. കാരണം ഒരു ഭാഗത്ത് വളരെ സുസജ്ജമായ സംഘടിതമായ എല്ലാവിധ സംവിധാനങ്ങളുള്ള ഒരു ഭരണകൂടം തന്നെയാണ് ഈ ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത്. നിയമലംഘനം നടത്തുന്നതും അക്രമപരമായ വിധത്തില് രാജ്യത്തെ പൗരന്മാർക്കിടയിൽ വ്യത്യസ്തത ഡിസ്ക്രിമിനേഷൻ കാണിച്ചുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതും ഒക്കെ ഇവിടുത്തെ നിയമ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ സംരക്ഷിക്കുന്ന സൈനികരെയും അതുപോലെ പോലീസ് സംവിധാനത്തിനെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത് നടത്തുന്നത്. ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടിയാണ് എന്നതുകൊണ്ട് തന്നെ ഇക്കാര്യത്തില് പ്രായോഗികതയുടെ ഒരു വശം കൂടി പരിഗണിച്ചുകൊണ്ട് വേണ്ടതുണ്ട് ഇതില് നീങ്ങാൻ. ഒന്ന്, മുസ്ലിം ക്യാമ്പ് ഡിവൈഡഡ് ആണ്. ഈ കഴിഞ്ഞ ദിവസവും ഒരു TV ചാനലില് മുസ്ലിം സ്ഥാപനങ്ങളൊക്കെ സുരക്ഷിതമാണ്, അതിനൊന്നും അരക്ഷിതാവസ്ഥ ഇല്ല എന്നൊക്കെ പോലും പറയുന്ന വിധത്തിലൊരു മുസ്ലിം നേതാവ് പ്രത്യക്ഷപ്പെട്ട് നമ്മൾ കാണുകയുണ്ടായി. അപ്പോ മുസ്ലിം ക്യാമ്പ് തന്നെ ഈ അവസ്ഥയിലാണ് ഉള്ളത് എന്ന ഒരു കാര്യം നമുക്ക് വിസ്മരിച്ചുകൂടാ. എന്തായാലും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈമാനും കുഫ്റും നിഫാഖും ഒക്കെ വേറിട്ട് കാണാൻ നമ്മളെ നമുക്ക് അവസരം ഒരുക്കുന്ന ഒരു സാഹചര്യമാണ് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഇത് സംബന്ധമായി നമ്മൾ ഈ വേദികളിൽ, ഇത്തരം വേദികളിലല്ല, അല്ലാതെ തന്നെ അത് സംബന്ധമായിട്ടുള്ള ആലോചനകൾ നടക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ ആശങ്കയുളവാക്കുന്ന, അസ്വസ്ഥത സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പിൽ വന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാല്യകാലത്ത് നെഞ്ചകം പുലർത്തിയ ഒരു സംഭവം, അത് എന്താണ് അതിന്റെ വാസ്തവം എന്നുള്ള രീതിയിൽ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അത് എന്തോ ഒരു ചർച്ചയായിട്ട് കണക്ട് ചെയ്തുകൊണ്ടായിരുന്നല്ലോ അദ്ദേഹം ചോദിച്ചിരുന്നത്, ഞാൻ മറന്നുപോയി. അത് നമ്മളെ എന്തോ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാല്യത്തിലാണ്. ആ കാലത്ത് ഹലീമ റളിയല്ലാഹു അൻഹയുടെ
അടുക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാല്യകാലം ചെലവഴിച്ചിരുന്ന ആ ഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടായതായിട്ട് ചരിത്ര പരാമർശങ്ങളുള്ളത്. പക്ഷെ അതിലൊരു പ്രശ്നം, ആ ഘട്ടത്തില് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രവാചകനായി ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തെ സമൂഹം പ്രവാചകനായിട്ട് തിരിച്ചറിഞ്ഞിട്ടുമില്ല. അപ്പോ അങ്ങനെ ഒരു സന്ദർഭത്തിലുണ്ടായ ഇത്തരം സംഗതികളില് ചരിത്രപരമായിട്ട് അവയുടെ ആധികാരികത സ്ഥിരീകരിക്കപ്പെടാത്ത ഒരു സ്വഭാവം അതിന് പൊതുവായിട്ടുണ്ട്. അതിന് നുബുവത്തിന് മുമ്പുള്ള പല സംഭവങ്ങളുടെയും കാര്യത്തില് അങ്ങനെ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി രംഗത്ത് വരുന്നതോടുകൂടിയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വസ്തുതകൾ രേഖപ്പെടുത്തപ്പെടുന്ന, അല്ലെങ്കിൽ അത് ആളുകൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കി വെക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് പോകുന്നത്. അതിന് മുമ്പുള്ള കാലത്തെ പല സംഭവങ്ങളും നമുക്ക് പൂർണ്ണമായിട്ട് ചരിത്രപരമായി ഉണ്ടായതാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന അത്ര ഒരു ആധികാരികത അതിനെ കുറിച്ചൊന്നും നമുക്ക് ചരിത്രത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. അങ്ങനെ ഒരു പരിമിതി അതിനുണ്ട്. പക്ഷെ അതിനെ നിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഒരു പക്ഷേ സൂറത്തുൽ ഖസസിന്റെ അവസാന ഭാഗത്ത് താങ്കള് പ്രവാചകനായി ഈ ഖുർആൻ ചുമതല ഏൽപ്പിക്കപ്പെടും എന്ന് താങ്കൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുന്ന ഒരു ആയത്തുണ്ടല്ലോ, വമാ കുന്ത തർജു അൻ യുൽഖാ ഇലൈക്കൽ കിതാബ് ഇല്ലാ റഹ്മത്തൻ മിർ റബ്ബിക ഫലാ തകൂനന്ന ലഹീറൻ ലിൽ കാഫിരീൻ എന്ന ഈ ആയത്തുമായി, അതിന്റെ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഇത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അനുഭവം, അദ്ദേഹത്തിന്റെ ശരീരം തുറന്ന് ഹൃദയം പുറത്തെടുത്ത് വൃത്തിയാക്കി ശുദ്ധിയാക്കി വീണ്ടും അവിടെ സ്ഥാപിച്ചു എന്ന് പറയുന്ന ആ അനുഭവം, അത് ചില ചരിത്ര രേഖകളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി നിയോഗിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നല്ല. അങ്ങനെ അതിൽ സൂചനയൊന്നുമില്ല. വളരെ വ്യത്യസ്തമായ, വളരെ അസാധാരണമായ ഒരു സംഭവം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റുവാങ്ങി എന്നൊക്കെ അതില് പറയാൻ കഴിയുള്ളൂ. കാരണം അതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശേഷിച്ച ഒരു റോളും ഇല്ല. അത് നിർവഹിച്ചിട്ടുള്ളത് മലക്കുകളാണ്. ആണെങ്കിൽ അത് ചരിത്രപരമായ വസ്തുതയാണെങ്കിൽ, പക്ഷെ എത്രത്തോളം അത് വസ്തുതാപരമാണ് എന്നതൊന്നും നമുക്ക് അതിൽ നിന്ന്, ചരിത്ര സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുപോലെ സിറിയയിലേക്ക്, ഷാമിലേക്ക് നടത്തിയ യാത്രക്കിടയിൽ ഈ ക്രൈസ്തവ പണ്ഡിതന്മാരെ, ക്രൈസ്തവ പാതിരിമാരെ കാണാനിടയായ സംഭവവും, അതുപോലെ ആ ഘട്ടത്തിൽ അവരുമായിട്ട് നടന്ന സംഭാഷണവും ഒക്കെ തന്നെ, അതും നുബുവത്തിന്റെ മുമ്പുള്ള ഒരു സംഭവമാണ്. അത് ആളുകൾക്ക്, മറ്റുള്ളവർക്ക് ചില സൂചനകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നൽകി എന്നതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം തന്നെ താൻ ദൈവിക പ്രവാചകനായിട്ട് നിയോഗിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കുകയോ കാത്തിരിക്കുകയോ ചെയ്തിരുന്നില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. മറ്റുള്ളവർക്ക് ചില ലക്ഷണങ്ങളൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ തിരിച്ചറിയാൻ പറ്റിയിരുന്നു എന്നതാണ് ആ സംഭവങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത്. ഈ ഹലിമ ബീവിയുടെ അടുക്കൽ വെച്ചുണ്ടായ ഈ സംഭവം ആയാലും, സിറിയയിലേക്കുള്ള യാത്രയിൽ ഉണ്ടായ സംഗതി ആയാലും, അതുപോലെ നുബുവത്തിന്റെ തൊട്ട് മുമ്പുള്ള ഏതാനും ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ ചില അനുഭവങ്ങൾ ചരിത്ര സ്രോതസ്സുകളിൽ കാണാൻ കഴിയും. അത് വൃക്ഷങ്ങളും പാറക്കെട്ടുകളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം ആശംസിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് ചില ചരിത്ര സ്രോതസ്സുകളിൽ കാണാം. പക്ഷെ അത് എത്രത്തോളം ഇതൊക്കെ ആധികാരികമായിരുന്നു എന്നത് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രതീക്ഷയിൽ അതിന് തയ്യാറെടുത്തുകൊണ്ട് അങ്ങനെ അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു, നുബുവത്ത് ചുമതലപ്പെടുത്തപ്പെടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന ഒരു സംഗതി ഉണ്ടായിട്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് കാത്തിരുന്നതുമല്ല എന്നാണ് ഖുർആൻ ഇവിടെ വളരെ വ്യക്തമായിട്ടും പറയുന്നത്. അപ്പോ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. കൂടുതൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തോളൂ. ഖുർആൻ ഡിസ്കഷൻ ഫോറം എന്നുള്ള ഗ്രൂപ്പിൽ നമുക്ക് അവ നാളെ ചർച്ചയ്ക്ക് വിധേയാക്കാം. ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ്
നമുക്ക് സൂറത്തുൽ അൻകബൂത്തിന്റെ പഠനം ആരംഭിക്കാം. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.